ഇന്നത്തെ നമ്മുടെ വീഡിയോയ്ക്ക് നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്തെടുക്കാൻ പോണതേ, നമ്മൾ ഷോപ്പിലൊക്കെ കയറുമ്പോൾ ഓഫറിന് തുണികളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഒന്ന് പോയി നോക്കാം. അപ്പം നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ ഒരു പീസ് തുണി ഉണ്ടല്ലോ, ഇത് 10 രൂപയ്ക്ക് കിട്ടിയിട്ടുള്ളതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ 10 രൂപയുടെ 2 തുണി എടുത്തിട്ടുണ്ട്. ഈ 2 തുണി വെച്ചിട്ട് ഇന്ന് നമ്മൾ നല്ല അടിപൊളി കുർത്ത ചെയ്തെടുക്കാനാണ് കേട്ടോ പോണത്. ഇതുപോലെ ഓഫറിനിടുന്ന തുണികളെ എന്തോരളവുണ്ടെന്നുള്ളത് നമുക്കറിയില്ല കേട്ടോ. അത് നമ്മൾ കൊണ്ടുവന്ന് നിർത്തി നോക്കിയാലാണ് അറിയുക. നമുക്ക് ആ ഒരു തുണി മടക്കി വെച്ചിരിക്കുന്നത് കാണുമ്പോൾ തന്നെ അത്യാവശ്യം തയ്ക്കാൻ അറിയുന്നവരൊക്കെ ആണെങ്കിൽ അറിയാം കേട്ടോ ആ ഒരു തുണി എന്തോരം ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ അതേപോലത്തെ സെയിം തുണി കണ്ടു കഴിഞ്ഞാലേ അപ്പോൾ അതും കൂടി എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതേപോലെ ടോപ്പൊക്കെ തയ്ക്കാനായിട്ട് നല്ല എളുപ്പമായിട്ട് തയ്ച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു തുണിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മുറിച്ചെടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല റേറ്റ് വരുന്ന തുണി തന്നെയാണ് കേട്ടോ നമുക്ക് ഈ കിട്ടിയിട്ടുള്ളത്. ചെറിയ തരത്തിലുള്ള ടോപ്പൊക്കെ ഉണ്ടല്ലോ, ജീൻസിനൊക്കെ ഇടാൻ പറ്റിയത്, അത് തയ്ച്ചെടുക്കാനാണെങ്കിൽ ഇതിലത്തെ ഒരു പീസ് തുണി മതി കേട്ടോ. അപ്പോൾ ഈ ഒരു കുർത്ത തയ്ക്കുമ്പോഴേ ഞാനതിന് ലൈനിങ്ങൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് തയ്ക്കുന്നത്. അപ്പോൾ അത് ലൈനിങ് ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ലൈനിങ് നമ്മുടെ കയ്യിലിവിടെ ഇരുന്നിരുന്നതാണ് കേട്ടോ പഴയത്. അപ്പോൾ അതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇനിയിപ്പോൾ വേറെ പൈസ ചിലവാവാതെ നമുക്ക് ചെയ്യാനാണെന്നുണ്ടെങ്കിലേ നമ്മുടെ കയ്യിൽ പഴയ മുണ്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സെറ്റ് മുണ്ട് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടായാലും തയ്ച്ചെടുക്കാം. ഈ ഒരു തുണിയിൽ ലൈനിങ് നിർബന്ധമില്ല കേട്ടോ. പക്ഷെ ഞാനിവിടെ ലൈനിങ് വെച്ചിട്ടാണ് തയ്ക്കുന്നത്. അപ്പം അതും കൂടി കാണിച്ചു എന്നുള്ളൂ. നമ്മുടെ കയ്യിലുള്ള 2 പീസ് തുണീനെ ഇതേപോലെ നടുമടക്കിയിട്ട് നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേൽഭാഗത്തേക്ക് നമ്മൾ ഇതേപോലെ നമ്മുടെ പഴയ കുർത്ത വെച്ച് കൊടുത്തിട്ടാണ് കേട്ടോ നമ്മൾ അളവ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ തുണിയുടെ ഏറ്റവും മേൽഭാഗത്തേക്ക് വെക്കുന്നില്ല കേട്ടോ, കുറച്ച് താഴോട്ട് ഇറക്കിയിട്ടാണ് വെക്കുന്നത്. അപ്പോൾ മേൽഭാഗത്ത് നിന്നിട്ടാണ് കേട്ടോ നമ്മൾ കൈക്ക് കട്ട് ചെയ്യാറ്. അപ്പോൾ ഞാനെപ്പോഴും തുണി കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെയാണ് വെക്കുന്നത്. കുർത്തയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും നമ്മൾ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് കാരണം ഇപ്പോൾ ചെറിയ രീതിയിൽ ഇതൊന്ന് കട്ട് ചെയ്ത് തയ്ക്കുന്ന ഭാഗമാണ് കേട്ടോ കാണിക്കുന്നുള്ളത്. അപ്പോൾ നമ്മുടെ താഴ്ഭാഗത്തേക്കൊക്കെ നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടേ ആ ഒരു കൈക്കുഴിയുടെ ഭാഗം ഇതേപോലെ തന്നെ വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ആ ഒരു കുർത്തി ഉണ്ടല്ലോ പഴയത്, അതിൻ്റെ ആ ഒരു അളവിൽ തന്നെ വെച്ചിട്ട് മാർക്ക് ചെയ്യാം കേട്ടോ. കുർത്ത കട്ട് ചെയ്യാനായിട്ട് നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തു കൂടെ നമുക്കിനി കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ. നമ്മുടെ സ്റ്റിച്ചിങ്ങിൻ്റെ ഐറ്റമൊക്കെ വാങ്ങിക്കാനായിട്ട് പോകുമ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് പോകാറുള്ള ഷോപ്പുകളുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഇതുപോലെയുള്ള പീസ് തുണികളൊക്കെ കിട്ടുമ്പോൾ ഞാൻ എടുക്കാറുണ്ട്. അപ്പോൾ ആ ഒരു തുണികളൊക്കെ വെച്ചിട്ട് ഞാൻ മുന്നേയും നമ്മുടെ ഇതുപോലുള്ള ചെറിയ ടോപ്പുകളും ഇതൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് വലിപ്പമുള്ള തുണികളല്ലെങ്കിൽ നമുക്കത് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ചെറിയ മക്കളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉടുപ്പ് പോലുള്ള ഓരോന്നും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുള്ള തുണികളൊക്കെ കിട്ടാറുണ്ട്. ഇപ്പം നെറ്റൊക്കെ ആണെങ്കിൽ ഉടുപ്പിന് ഇപ്പോൾ 2 കളറൊക്കെ ആണെങ്കിലും ഉടുപ്പ് തയ്ച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഇതുപോലെ വാങ്ങിച്ച് നോക്കാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിലേ ഒരു തവണ കടയിൽ പോകുമ്പോൾ ഒന്ന് ചോദിച്ചു നോക്കാം കേട്ടോ. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ ഭാഗ്യം പോലെ നല്ല നല്ല തുണികളൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്ന തുണിയായിരുന്നു കേട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ കൂടെ 2-3 തുണിയും കൂടി നമുക്ക് നല്ല തുണി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മളിനി വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ. മേൽഭാഗത്ത് ബാക്കി വന്നിട്ടുള്ള തുണിയാണ് കേട്ടോ ഇത്, നമുക്ക് കൈ തയ്ച്ചെടുക്കാനായിട്ട്. അപ്പോൾ സാധാരണ ചെറിയ കൈ തയ്ക്കാനാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഇതേപോലെ തന്നെ വെച്ചിട്ട് ആ ഒരു കൈയിൻ്റെ ഷേപ്പ് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യാം. അപ്പം ഞാൻ കുറച്ചും കൂടിയും കൈയിറക്കമുള്ള ടൈപ്പാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിനെ ഇതേപോലെ തിരിച്ച് വെച്ചിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു സെൻറ്റർ ഭാഗം വരുന്നുണ്ടല്ലോ, ആ ഒരു ഭാഗം നമുക്കൊന്ന് നേരെ കൂട്ടി തയ്ക്കണം കേട്ടോ. എന്നാലാണ് നമുക്ക് ഇറക്കായിട്ടുള്ള കൈ തയ്ച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ കാണുന്ന പോലെ ആ ഒരു കൈയിൻ്റെ ഷേപ്പ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു അളവ് വെച്ചിട്ട് ഇനി നമ്മുടെ കുർത്ത തയ്ക്കാനായിട്ടേ നമുക്ക് ലൈനിങ് വെക്കുന്നുണ്ടല്ലോ, അപ്പോൾ ആ ലൈനിങ്ങും കൂടി നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ലൈനിങ് തുണി ഞാനിവിടെ മടക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മേൽഭാഗത്തുകൂടെ നമ്മൾ മെയിനായിട്ടുള്ള ആ ഒരു നല്ല തുണി ഉണ്ടല്ലോ അത് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ അതേ അളവിൽ നമ്മളത് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അത്യാവശ്യം നല്ല കയ്യിറക്കോട് കൂടിയിട്ട് നമ്മൾ തയ്ച്ചെടുക്കുമ്പോൾ ഇതേ രീതിയിൽ ലൈനിങ് ആണെങ്കിലും മെയിനായിട്ടുള്ള തുണിയാണെങ്കിലും ഇതുപോലെ മേൽഭാഗത്ത് നിന്നിട്ട് കട്ട് ചെയ്യുകയാണെങ്കിലേ നമുക്ക് നല്ല രീതിയിൽ തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു തുണി നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുള്ളതായ കാരണമാണ് നമ്മുടെ കൈ തയ്ക്കുമ്പോൾ കൂട്ടി തയ്ച്ചിട്ട് തയ്ച്ചെടുക്കുന്നത് കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല നീളത്തിലുള്ള കൈയൊക്കെ കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ മെയിനായിട്ടുള്ള
മേൽഭാഗത്തെ തുണിയിലേ ഫ്രണ്ട് ഭാഗം നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്ക് ഭാഗമാണ് കേട്ടോ നമ്മളിപ്പോൾ തയ്ക്കുന്നത്. അപ്പോൾ ബാക്ക് ഭാഗത്തിൻ്റെ സൈഡൊക്കെ നമ്മൾ ലൈനിങ്ങും മെയിനായിട്ടുള്ള തുണിയും തമ്മിൽ കൂട്ടി തയ്ച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അതിന് ശേഷം നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ട് റൗണ്ട് കഴുത്ത് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ബാക്ക് ഭാഗത്ത് നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ട് കഴുത്ത് തയ്ച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ചുരിദാറിൻ്റെ ഫ്രണ്ട് ഭാഗവും ബാക്കും തമ്മിൽ ഷോൾഡറുകൾ തമ്മിൽ കൂട്ടി തയ്ച്ചെടുത്തിട്ടുണ്ട്. കൂട്ടി തയ്ച്ചതിന് ശേഷമാണ് നമ്മുടെ ക്രോസ് പീസ് വെച്ചിട്ട് തയ്ച്ചെടുത്തിട്ടുള്ള ആ ഒരു കഴുത്തിൻ്റെ ഭാഗം ഉണ്ടല്ലോ, അത് ഉള്ളിലോട്ട് നമ്മൾ മടക്കി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പതിച്ച് തയ്ച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. ഇനി നമുക്ക് നമ്മുടെ കുർത്തയുടെ കൈ തയ്ച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ കൈ തയ്ക്കുമ്പോൾ അതിൻ്റെ ആ ഒരു സെൻറ്റർ ഭാഗം ഇതേപോലെ 2 പീസ് വെച്ചിട്ട് കൂട്ടി തയ്ച്ചിട്ട് ഒന്ന് പതിച്ച് തയ്ച്ചെടുക്കണം കേട്ടോ. ഇതുപോലെ പ്രിൻ്റുള്ള തുണിയായ കാരണം ഇതുപോലെ കൂട്ടി തയ്ച്ച് കഴിഞ്ഞാലും കൈൻ്റെ ആ ഒരു ഭാഗത്ത് അങ്ങനെ എപ്പോൾ വന്നിട്ട് നമ്മൾ തയ്ച്ചെടുത്താന്നുള്ളത് അറിയില്ല കേട്ടോ. പ്ലെയിൻ ആയിട്ടുള്ള തുണിയാണെങ്കിലാണ് കുറച്ച് എടുത്ത് നിൽക്കാം കേട്ടോ. നമ്മൾ വീട്ടമ്മമാർക്ക് ഇതുപോലെ ഓഫറിനൊക്കെ കിട്ടുന്ന തുണികൾ വെച്ചിട്ട് ചെറിയ ബിസിനസ്സൊക്കെ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഈ തുണികളൊക്കെ വെച്ചിട്ട് ഒന്നില്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള കുർത്ത തയ്ക്കുക, അല്ലെങ്കിൽ കുഞ്ഞു മക്കൾക്ക് പറ്റിയിട്ടുള്ള ഉടുപ്പ് തയ്ച്ചെടുക്കാൻ പറ്റും. പിന്നെ ഇനിയിപ്പോൾ അതൊന്നല്ലെങ്കിലും നമുക്ക് അത്യാവശ്യം നല്ല ഭംഗിയുള്ള ചവിട്ടികളും ഒക്കെ നമുക്ക് തയ്ച്ചെടുക്കാം കേട്ടോ. നമ്മുടെ ഓരോരുത്തരുടെ ഐഡിയയ്ക്ക് അനുസരിച്ചിട്ട് ഇതിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് ചെറിയൊരു വരുമാനം കണ്ടെത്താൻ പറ്റിയിട്ടുള്ള നല്ലൊരു മാർഗ്ഗമാണ് കേട്ടോ ഇതുപോലെ കിട്ടുന്ന കുറവിനൊക്കെ കിട്ടുന്ന തുണികൾ വാങ്ങിച്ചിട്ട് ചെയ്തെടുക്കുന്ന കാര്യങ്ങളൊക്കെ. നമ്മുടെ കുർത്തയുടെ 2 കൈയും ലൈനിങ്ങൊക്കെ വെച്ച് നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ ആ ഒരു ഷോൾഡർ ഭാഗത്ത് വെച്ചിട്ട് തയ്ച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ ആ ഒരു നമ്മൾ തയ്ച്ചിട്ടുണ്ടല്ലോ, ആ ഒരു സെൻറ്റർ ഭാഗം നോക്കിയിട്ട് ഇതേപോലെ വെച്ചിട്ട് ആദ്യം ഒരു സൈഡ് തയ്ക്കുക, അതിന് ശേഷം തിരിച്ച് വെച്ചിട്ട് ഒരു ഭാഗം കൂടിയും കംപ്ലീറ്റായി തയ്ച്ചെടുക്കുക കേട്ടോ. നമ്മളിപ്പോൾ തയ്ക്കാനെടുത്തിട്ടുള്ള ഈ ഒരു മെറ്റീരിയൽ അത്യാവശ്യം നല്ല കട്ടിയൊക്കെ ഉണ്ട് കേട്ടോ. നെയിലടിക്കുന്ന മെറ്റീരിയലൊന്നല്ല. പക്ഷേ എനിക്ക് നമ്മൾ കുർത്ത ചെയ്യുമ്പോഴേ കുറച്ച് ലൈനിങ് വെച്ചിട്ട് തയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ട് എപ്പോഴും തോന്നാറുണ്ട് കേട്ടോ. എനിക്കല്ലെങ്കിൽ ഇട്ട് കഴിയുമ്പോഴേ അത് മേല് ഭയങ്കരമായിട്ട് നമ്മൾ ഒട്ടി നിൽക്കുന്ന പോലെ തോന്നും. അപ്പം അങ്ങനെ എടുക്കാതെ നല്ല രീതിയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ ലൈനിങ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ കേട്ടോ ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഒന്ന് കൂട്ടി തയ്ച്ചിട്ടുണ്ട് കൈ തയ്ക്കൽ കഴിഞ്ഞപ്പോൾ. ഇതിൻ്റെ ബാക്ക് ഭാഗത്ത് ഞാൻ ടെക്കിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ടെക്കിട്ട് കൊടുക്കുമ്പോഴേ നമ്മുടെ കുർത്തയ്ക്ക് കുറച്ചും കൂടി നല്ല, നമ്മൾ ഇട്ട് കഴിയുമ്പോൾ കുറച്ചും കൂടി നല്ലൊരു ഷേപ്പിൽ നിൽക്കാനായിട്ട് നല്ലതാണ്. അപ്പോൾ ഒരു സൈഡ് തയ്ച്ച് കഴിഞ്ഞാൽ അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും തയ്ച്ചെടുക്കാം കേട്ടോ. അപ്പോൾ മേൽഭാഗത്തു നിന്ന് തയ്ക്കുമ്പോൾ ആ ഒരു സ്ലിറ്റിൻ്റെ ഭാഗം വന്നിട്ട് ഒന്ന് നന്നായി കെട്ടിട്ട് കൊടുത്തിട്ട് എടുക്കാം കേട്ടോ. സ്ലിറ്റ് തയ്ക്കാനായിട്ട് നമ്മൾ സൈഡ് ഭാഗം ആ ഒരു ഷേപ്പ് മാർക്ക് ചെയ്തിട്ട് എടുക്കുമ്പോൾ അവിടെ ഒന്ന് കെട്ടിട്ടിട്ട് എടുക്കാം കേട്ടോ. അതിന് ശേഷം നമ്മുടെ ലൈനിങ്ങിൻ്റെ താഴ്ഭാഗം നമ്മൾ തയ്ച്ചിട്ട് വേണേ സൈഡ് ഭാഗം സ്ലിറ്റ് തയ്ക്കാനായിട്ട്. അത് തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഒന്ന് ഒപ്പം വെച്ചിട്ട് താഴ്ഭാഗം ഒന്ന് കറക്റ്റാക്കി കൊടുക്കാം കേട്ടോ. ഏറ്റവും ആദ്യം നമ്മൾ എങ്ങനെ കട്ട് ചെയ്താലും ഇതേപോലെ ഒന്ന് കയറി ഇറങ്ങി നിൽക്കും കേട്ടോ. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും അവസാനം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. താഴ്ഭാഗം ഇതേപോലെ കട്ടയിൽ കഴിഞ്ഞിട്ട് നമുക്ക് ഉള്ളിലോട്ട് 2 വട്ടം ഒന്ന് മടക്കിയിട്ട് ഒന്ന് തയ്ച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു സൈഡ് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഭാഗം കൂടി ഇതേ രീതിയിൽ തന്നെ തയ്ച്ചെടുക്കുക. കുറച്ച് സമയം കൊണ്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് തയ്ച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇത്. പിന്നെ ഇതിൻ്റെ കഴുത്തൊക്കെ ആയാലും അത്യാവശ്യം നല്ല രീതിയിൽ ഇപ്പോഴത്തെ പുതിയ മോഡലൊക്കെ ആണല്ലോ, ആ രീതിയിൽ തന്നെയാണ് കേട്ടോ നമ്മളും തയ്ച്ചിട്ടുള്ളത്. എളുപ്പത്തിൽ തയ്ച്ചെടുത്തിട്ടുള്ള കുർത്തയുടെ കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ.
ഇതിൻ്റെ ആ ഒരു കഴുത്തൊക്കെ ഉണ്ടല്ലോ നല്ല ഭംഗിയിൽ തന്നെയാണ് നമ്മൾ തയ്ച്ചെടുത്തിട്ടുള്ളത്. അവിടെ ഒരു ചെറുതായിട്ട് പ്ലെയിൻ കളറൊക്കെയാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടിയും എടുത്ത് നിൽക്കും. അപ്പോൾ ഇത് സെയിം തുണി വെച്ചിട്ട് ചെയ്ത കാരണമാണ് കേട്ടോ ആ ഒരു കഴുത്തിൻ്റെ ഭംഗി എടുത്ത് നിൽക്കാത്തത്. അപ്പോൾ നമ്മുടെ കംപ്ലീറ്റ് ഇത് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ടോപ്പ് ഇട്ടും കൂടി നോക്കാം കേട്ടോ എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പോൾ ഇത്രയും കുറവ് റേറ്റിന് കിട്ടിയിട്ടുള്ള പീസ് വെച്ചിട്ട് നമ്മൾ നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് കേട്ടോ കുർത്ത ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മൾ ഇട്ട് നോക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ കുറച്ച് ലൂസായിട്ടാണ് ഞാൻ തയ്ച്ചെടുത്തിട്ടുള്ളത്. ഈ ഒരു മെറ്റീരിയൽ കഴുകി കഴിഞ്ഞാലേ ചുരുങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തയ്ച്ചതൊക്കെ അഴിക്കണമല്ലോ. അപ്പോൾ അത് കാരണം കുറച്ച് ലൂസ് ഇട്ടിട്ടാണ് കേട്ടോ തയ്ച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ കഴുത്തൊക്കെ ആണെങ്കിലും നല്ല രീതിയിൽ നല്ല വൃത്തിയായിട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ തയ്ച്ച് കിട്ടിയിട്ടുള്ളത്. കൈയിൻ്റെ ഇറക്കം നമുക്ക് ഇത്രയ്ക്കാണ് കേട്ടോ കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ കുർത്ത അത്യാവശ്യം നല്ല ഇറക്കിൽ തന്നെയാണ് കേട്ടോ തയ്ച്ചെടുത്തിട്ടുള്ളത്. അത് കുറച്ചും കൂടി ഇറക്ക് കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കയ്യിറക്കം കൂട്ടിയെടുക്കാം. നമ്മൾ അത്യാവശ്യം തടിയുള്ളവരൊക്കെ ആകുമ്പോഴേ കുർത്ത തയ്ച്ചെടുക്കുമ്പോൾ ഇതുപോലെ ഇറക്കിൽ തന്നെ തയ്ക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ തയ്ച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിലേ നമുക്ക് നല്ല വൃത്തിയായിട്ട് കിട്ടാനായിട്ട് ഇതായിരിക്കും നല്ലത്. അപ്പോൾ ഞാനെപ്പോഴും തയ്ക്കുമ്പോൾ ഇതുപോലെ കുറച്ച് ഇറക്കിലാണ് കേട്ടോ തയ്ക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രത്തോളം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ.